ദാശ്മി എന്ന് പറയുന്ന ഒരു കൊച്ചിന്റെ അച്ഛൻ കോളേജിന്റെ മുമ്പിൽ ഒരു ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കോളേജിൽ പഠിക്കുന്ന രണ്ട് ആമ്പിള്ളേര് ഈ കൊച്ചിനെ സ്വന്തം അനിയത്തിനെ പോലെ ഇരിക്കും കാണുന്നത്. പക്ഷെ അവന്മാർക്ക് രണ്ടുപേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവത്തില്ല, എപ്പോൾ കണ്ടാലും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരെ തല്ല് നിർത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ചെറിയ പെണ്ണാണ് അവിടെ പോയിട്ട് ഇവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഇവർ ഒരു ദിവസം തല്ലുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചെറിയ പെണ്ണ് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർ ഉടനെ തന്നെ തല്ലൊക്കെ നിർത്തിയിട്ട് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങാണ്. പിന്നെ ആ ചെറിയ പെണ്ണ് വന്നതും നിങ്ങൾ അഭിനയിച്ചൊക്കെ മതി, നിങ്ങൾ ചെയ്തതിന് പണിഷ്മെന്റ് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അവൾ പണിഷ്മെന്റ് ചെയ്യിക്കുകയാണ്. അവരും ഈ പെണ്ണിനെ സ്വന്തം അമ്മയെ പോലെ കാണുന്നതുകൊണ്ട് തന്നെ അവൾ എന്ത് പറഞ്ഞാലും ഇവർ ചെയ്യുകയും ചെയ്യും. ഇവരാണെങ്കിൽ ഇവളുടെ അച്ഛൻ്റെ അടുത്ത് ആ കൊച്ചിനെ അയ കൊടുക്കാനൊന്നും അയക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചായക്കടയിൽ വന്നിട്ട് ദാശ്മി എവിടെയും ചോദിച്ചു, അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെയാണ് അവൾ പോയെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവൾ ചായ കൊടുത്തിട്ട് തിരിച്ചു വരുന്നത്. ആ ടൈമിൽ തന്നെ ഒരു റിക്ഷക്കാരെ ഇടിച്ചിട്ട് അവൾ വീഴുകയാണ്. ഉടനെ തന്നെ ഇവരിത് കണ്ടത് പതറിപ്പോയിട്ട് ഓടി അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. നോക്കുമ്പോൾ മുട്ടും കയ്യിൽ നിന്ന് ചോര വരികയാണ്. എന്നിട്ട് ആ ഇടിച്ച റിക്ഷക്കാരനെ അടിച്ചിട്ട് ഇവളെ ചായ അവിടേക്ക് അയക്കരുതെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അച്ഛനെയും ചീത്ത പറയാൻ തുടങ്ങാണ്. ഇന്ന് ആ പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവർ ഓരോരുത്തർ ഓരോ കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിരുന്നിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം ഉത്സവമാണ്, രണ്ടുപേരും വരണോ ഇല്ലെങ്കിൽ രണ്ടുപേരുടെ ഞാൻ സംസാരിക്കില്ലെന്ന് പറയാണ്. അങ്ങനെ ഈ കൊച്ചു പെണ്ണും ഉത്സവത്തിന് പോയതും ചേട്ടന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരെന്തായാലും വരുന്നു പറഞ്ഞാൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൾ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ രണ്ടുപേരും കണ്ടതായിട്ട് ഇവർക്ക് തോന്നുകയാണ്. ഉടനെ തന്നെ ചേട്ടന്മാർ വന്നു, ഞാൻ അവരെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇവരും അവരുടെ അടുത്ത് പോയി ചേട്ടാന്ന് പോയി വിളിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വേറെ ആരുമാണ്. അങ്ങനെ ഈ പെണ്ണു സോറി, ഞാൻ എൻ്റെ ചേട്ടന്മാരാണെന്ന് വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ എൻ്റെ ചേട്ടന്മാരെ പോലെ തന്നെയാണ്, എൻ്റെ പേര് ദശ്മി എന്ന് പറയാണ്. അതേസമയം നമ്മുടെ രണ്ട് ഹീറോസും ആ ഉത്സവത്തിന് വരികയാണ്. എന്നിട്ട് ദശ്മി എവിടെയെന്ന് അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും കൊച്ചിനെ കാണുന്നുണ്ടായിരുന്നില്ല. എവിടെയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും തപ്പാൻ തുടങ്ങാണ്. അങ്ങനെ എവിടെ തേടിയിട്ട് അവളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ആ കൊച്ചിൻ്റെ ബോഡി കിട്ടുകയാണ്. അങ്ങനെ ആ കൊച്ചു മരിച്ചത് ആലോചിച്ചിട്ട് ഇവർ ഒരുപാട് കരയാണ്. ഇവർക്കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കൊച്ചിൻ്റെ അടുത്ത് തെറ്റായിട്ട് നടന്നിട്ട് അവളെ കൊന്നിട്ടുണ്ടായിരുന്ന 4 പേര് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരും കോർട്ടിൽ 7 മാസമായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 7 മാസം കഴിഞ്ഞതും ആ 4 പേർക്കും ശിക്ഷയൊന്നും കിട്ടാതെ ബെയിലും എടുത്ത് പുറത്തേക്ക് വിടുകയാണ്. നിയമം അതിൻ്റെ കടമ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ 4 പേരും ചേർന്നിട്ട് ആ കൊച്ചിനെ കൊന്ന 4 പേരും കടത്തിക്കൊണ്ടുവന്നിട്ട് പെട്രോൾ ഒഴിച്ച് തന്നെ അവരെ കത്തിച്ചളയാണ്. ഇതുപോലെ ഒരുപാട് പേര് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ളവരെയൊക്കെ കടത്തിക്കൊണ്ടുവന്നിട്ട് ദസറയുടെ അന്ന് കത്തിക്കുന്ന രാവണന്റെ 10 തലയ്ക്ക് പകരവും ഈ ആൾക്കാരെ മൊത്തം അവിടെ നിരത്തി കിടത്തും. എന്നിട്ട് അവിടെ ദസറ അവരാഘോഷിക്കും. അങ്ങനെ അവർ കാരണം ബാധിക്കപ്പെട്ടിട്ടുള്ള പാരൻസും കുട്ടികളൊക്കെ അവർക്ക് ഇങ്ങനൊരു ശിക്ഷ കിട്ടിയതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുകയാണ്.